ഇപ്പം വലിയ ഇതാന്ന് ഇവനാണാ പറഞ്ഞത്. എന്റെ മുഖത്തൊക്കെ നോക്കണ സീരിയലിലെ ഹനുമാൻ വേഷം കെട്ടി പിച്ചെടുക്കുന്ന പോലെ ആക്കിയാലോടാ. അതുകൊണ്ടോ റിയാക്ഷനേ ഇല്ല. ഇതുപോലെ തന്നെ അവിടെ ഇരുന്ന് ഇത് കണ്ടിട്ടൊന്നും തോന്നുന്നില്ലേ? ഇല്ലേടാ. അയ്യോ, അപ്പൊ ആ പെണ്ണിനെ പിടിച്ചോണ്ട് വന്നട്ടെ. അഞ്ജലീന ജോളി, ജൂലിയ റോബർട്സ്, നിക്കോൾ കിഡ്മാൻ, ടോം ക്രൂസ്, പിന്നെ ഹാരി പോട്ടർ കണ്ണാടി, ഇവരെല്ലാം കാണാനിടയാക്കിയില്ലേ? അവിടം തൊട്ട് ഇവിടെ വരെ ഇവന് ലോ ആംഗിളിൽ ബിൽഡപ്പ് കൊടുത്തില്ലേ? എടാ അനുഭവിക്ക. എടാ ഗണേഷ്, നിനക്കിനി കാമുകയില്ല, എനിക്കിനി അനിയത്തിയുമില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ടും വാ തുറക്കുന്നുണ്ടോ നോക്ക്. എന്തിനാടാ ടിക്കി ഓർക്കുന്നേ? അയ്യോ ഗുണപാലന്റെ മോളാടാ. എന്താടാ ചെയ്തേ? ആരെയും കടത്തിക്കൊണ്ടുവന്നേ? എല്ലാം അറിഞ്ഞിട്ട് തന്നെ ചെയ്തതാ. നിങ്ങൾ അടി വാങ്ങിച്ചില്ലേ, ആ ഗ്യാപ്പിൽ പൊക്കിയതാ. അപ്പൊ വീണ അവളെ ഇനി നോക്കണ്ട. തിരക്ക് വിട്ടതെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. നിനക്കിപ്പോ വേദനിക്കുന്നില്ലേ, അതുപോലെ അവനിപ്പോ വേദനിക്കും. നീ ഫോൺ ചെയ്, ആ പെണ്ണിന് തന്നിട്ട് ഈ പെണ്ണിനെ കൊണ്ട് പോകാൻ പറ. നിന്റെ ചേട്ടനൊരു പെണ്ണിനെ കടത്തിക്കൊണ്ടു വന്നാൽ നീ അവളെ ഹോസ്റ്റൽ ഒളിപ്പിക്കും അല്ലേ? എന്താ പറയുന്നത്? ആര്? രവിയോ? നീ വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ ചെയ്യും. അച്ഛനോട് ഇപ്പൊ എന്ത് സമാധാനം പറയും? എന്താടാ മിണ്ടാത്ത? നിന്റെ അനിയത്തി തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ഇവള് പറയുന്നു ഇവളുടെ ചേട്ടനപ്പൊ ഒളിച്ചോടി പോയതാ. ഇപ്പൊ കണ്ടോടാ എന്റെ വേല. ആക്ച്വലി മൈ സിസ്റ്റർ. ചുമ്മാതിരി വേണ്ടല്ലേ? നിന്റെ ജോലി കഴിഞ്ഞു, നീ വേഗം സ്ഥലം വിട്ടോ. രാജപ്പ, നമ്മുടെ സംഗീത ഹോസ്റ്റലിൽ നിന്നാരോ തട്ടിക്കൊണ്ടുപോയി. അയ്യോ, വേണ്ട. ഇതിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇത് നമുക്ക് തന്നെ ഡീൽ ചെയ്യാം. നീ തന്നെ ഒരു നല്ല ഐഡിയ തന്നിട്ട് എവിടെയാടാ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? എന്താടാ കുട്ടാ, നിങ്ങൾ റോങ് ഇൻഫർമേഷൻ അല്ലേ തന്നെ? അതുകൊണ്ട് ഈ ഐഡിയ അങ്ങ് ക്യാൻസൽ ആയിപ്പോയി. ഞാനല്ലേ ഇവിടെ പിടിച്ചോണ്ട് വന്നേ, അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ കൊണ്ടുവിട്ടേക്കാം. ഓക്കെ, ഓരോ മുക്കിലും മൂലയിലും അന്വേഷിച്ച് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. സൂക്ഷിക്കണേ, ഒരു കാരണവശാലും ലീക്ക് ആവരുത് കേട്ടോ. അദ്ദേഹത്തിന്റെ മോളുടെ കാര്യമാ. വിജയ, നമ്മുടെ വീട്ടിലെ പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകാൻ ആർക്കും ധൈര്യം ഉണ്ടായി? എടാ റാഫി, ഞാൻ പറഞ്ഞിടത്തേക്ക് നിന്റെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വാടാ. ഇതിനും അപ്പുറം എനിക്ക് മറക്കാൻ കഴിയില്ല മോനെ. അച്ഛനോട് പറഞ്ഞു. അയ്യോ, വെറുതെ തിരക്കൂട്ടല്ലേ പ്ലീസ്. ഇവനായിട്ടോ ഇവൻ തന്നെയാ സംഗീത തട്ടിക്കൊണ്ടുപോയത്. എന്റെ പെങ്ങളെ നീ തട്ടിക്കൊണ്ടുപോടാ. അതിനെന്താ തിരികെ കൊണ്ടുവിട്ടില്ലേ? ആരെന്ന് മനസ്സിലായപ്പോ പേടിച്ച് തിരിച്ചു കൊണ്ടുവിട്ടു. എന്തിനാടാ അവളെ കൊണ്ടുപോയ? അത് പറയാം. നിന്റെ അനീതി ഇത്ര ധൈര്യമായിട്ട് തട്ടിക്കൊണ്ടുപോയ ഞാൻ ആരാധന നിനക്കിപ്പോ മനസ്സിലായോ? മറന്നുപോയോ? ഞാനാ ബ്രഹ്മ. സംഗീത, നീ അകത്തു പോ. രായപ്പ, നിങ്ങൾ ഒറ്റയ്ക്ക് തീർക്കോ അതോ ഞാൻ പൂട്ടണോ? വിജയ്, തിരികെ കൊണ്ടുവിട്ടില്ലേ, പിന്നെന്താ പ്രശ്നം? അങ്കിൾ, അവനൊന്നും ചെയ്യല്ലേ അങ്കിൾ. പൂട്ടുന്നെന്ന് വെച്ചാ എന്താ? ഒന്നുമില്ല മോളെ, നീ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ. വഴിമാറി കൊടുക്കടാ. വിജയ, വണ്ടി എടുക്കോ. അങ്ങോട്ട് തന്നെയല്ലേ വന്നോണ്ടിരുന്നേ? നേരത്തെ പറഞ്ഞ 5000 രൂപ തന്നേക്ക്. അതൊന്നും തരാൻ പറ്റില്ല റാഫി. ഇവനെ കാണുന്നത് എനിക്കിഷ്ടമല്ല. തീർത്തേക്ക്. എല്ലാരും വാടാ, ഒരുമിച്ച് വാ. നീ വാടാ.
യെസ് ബ്ലഡി റാസ്കൽ. ഷിറ്റ്. വണക്കം സാർ. എന്താടാ ഈ വഴിക്ക്? ഒരു വലിയ ഇടത്തിൽ നിന്ന് ഇവനെ തീർക്കാനായ ഒരു അസൈൻമെന്റ്. അതിനു മുമ്പ് നമ്മൾ തീർത്തും തോന്നുന്നു. ജീവനുണ്ടോ നൂല് വെച്ച് നോക്ക. ശ്വാസം പോയി സാർ. എന്നാ പിടിച്ചോടാ. SMS കണ്ട് രക്തദാനം ചെയ്യാനായി ദേവി തിയേറ്ററിലെ പോലെ ആള് നിൽക്കുന്ന കണ്ടോ? സമാധാനായി നിക്ക്. ഗോ 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 ഗോ. നിൽക്കവിടെ. ഇന്നലെ വൈകുന്നേരം ഇവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത പയ്യനെ ഇതുവരെ പരിശോധിക്കാത്ത എന്താ? മിണ്ടാതിരുന്നല്ലേ, ഇത് കേട്ടാ നിങ്ങളുടെ മോനാന്ന് തോന്നുമല്ലോ. ആരുടെ മോനായാലും എന്താ? സ്വന്തം ആണേലേ ചോദിക്കാവോ? ദാ ഇവിടെ നിൽക്കുന്നതെല്ലാം സ്വന്തം മക്കൾക്കാണോ രക്തം കൊടുക്കുന്നേ? എന്താ അമ്മേ പ്രശ്നം? മോളെ ഇങ്ങ് വാ മോളെ. അപകടം പറ്റി കടലിൽ കിടന്ന പയ്യനെ മുക്കുവർ ആരോ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തതാ. 2 ദിവസമായി മോളെ. നോക്കിയതേ ഇല്ല. ഇവിടെ കൊണ്ട് കിടത്തിയേക്കുവാ. ആരാണെന്ന് ആർക്കറിയാം? ഡോക്ടേഴ്സ് എല്ലാം വരുന്നുണ്ട് പോകുന്നുണ്ട്. ഈ പയ്യനെ നോക്കുന്നേ ഇല്ല മോളെ. ഒരു ജീവൻ ഇത്രയും വിലയുള്ളോ? ബോധമില്ലാതെ കിടക്കുക. പരിശോധിക്കാൻ പറയുമോളെ. എന്തെങ്കിലും ചെയ്യുമോളെ. അത്ര നിർബന്ധമാണെങ്കിൽ വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ടും കൊണ്ടോ. സിസ്റ്റർ ഡിസ്ചാർജ് ചെയ്തോളൂ, ഞാൻ കൊണ്ടുപോയിക്കോളാം. മോളെ നിനക്ക് നല്ലതേ വരൂ. ഇതുപോലുള്ള ആക്സിഡന്റ് കേസൊക്കെ പോലീസിൽ ഇൻഫോം ചെയ്യാതെ എടുക്കില്ല മോളെ. സംശയമുണ്ടേ ചോദിച്ചു നോക്ക്. ശരി സർ. എന്ത് പറ്റിയതാ? സർ എന്താ? അതാരാന്ന് മനസ്സിലായോ? ആരാ? ഗുണപാലന്റെ മോളാ സർ. പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. എക്സ്ക്യൂസ് മീ, എന്താ പ്രോബ്ലം? നോക്കൂ സർ, നല്ല ട്രീറ്റ്മെന്റിനായി ഇവിടെ അഡ്മിറ്റ് ചെയ്യാനായി കൂട്ടിക്കൊണ്ടു വന്നതാ. പോലീസ് കേസ് അത് ഇത് എന്നൊക്കെ ആർഗ്യൂ ചെയ്യുന്നു സർ. അഡ്മിറ്റ് ചെയ്യും. യെസ് സർ. ഇറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു സർ. 30% ഡിസ്കൗണ്ട് തരാൻ പറയാം. താങ്ക് യു. നിനക്ക് വേണ്ടിയല്ല, നിന്റെ അച്ഛന് വേണ്ടിയാ ഡിസ്കൗണ്ട്. AK സ്വാമി ഡിസ്കൗണ്ട് തന്നെന്ന് പറ. ഇദ്ദേഹം പറഞ്ഞില്ലേ, അത് പോരെ? മോളെ രാജപ്പൻ ലൈനിലുണ്ട് മോളെ. എന്താ രാജപ്പ സംസാരിച്ചോ? അതൊന്നുമില്ല സാർ. സംഗീതയും ഫ്രണ്ട്സും ചേർന്ന് ഏതോ ഒരു പയ്യന് നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നതിനായി അവശ്യ നിലയിൽ ആ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. വേറൊന്നുമില്ല, അത്രേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ? ഞാൻ പോകട്ടെ. കൃഷ്ണസ്വാമി എന്തോ ഡിസ്കൗണ്ട് തന്നല്ലോ. 30%. കണ്ടോ രാജപ്പ, ആർക്കാരാ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? ബാക്കി 70% ഡൊണേഷൻ കളക്ട് ചെയ്യാൻ പോവാ. ഓഹോ, അപ്പൊ 100% ഞാൻ തന്നെ ഡൊണേഷൻ തരാം. ആരുടെ ഡിസ്കൗണ്ടും എന്റെ മോൾക്ക് ആവശ്യമില്ല. അത് ശരിയാ. ബ്ലാങ്ക് ചെക്ക് തരാം. അവിടെ ഫ്രണ്ട്സിനെ വിട്ട് ബില്ല് സെറ്റിൽ ചെയ്യാൻ പറ. ശരി. ആ രാജപ്പ, ഒരു കാരണവശാലും സംഗീത ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല. ഓക്കെ, ഞാൻ പോട്ടെ അങ്കിൾ. ചേമ്പല വീണ വെള്ളം പോലെയാ നിങ്ങളുടെ മകൾ.